നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. പരിശുദ്ധ റമളാനിന്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. റമളാനിന്റെ ഓരോ ദിവസം കഴിയുന്തോറും ദിവസങ്ങളുടെ മഹത്വങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ലൈലത്തുൽ ഖദർ എന്ന 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവിനെ പ്രതീക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണിത്. ലൈലത്തുൽ ഖദർ ഏത് രാത്രിയാണെന്ന് കൃത്യമായി റസൂൽ അലൈഹി സ്വലം വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും അതിന്റെ ചില അടയാളങ്ങൾ ഹദീസുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വമിൻ അമാറാത്തിഹ അന്നഹ ലൈലത്തുൻ ബുൽജത്തുൻ സാഫിയത്തുൻ സാകിനത്തുൻ സാജിയ ലാ ഹാറ വലാ ബാരിദ. ആ രാത്രി വളരെ തെളിഞ്ഞതും പ്രകാശമുള്ളതുമായിരിക്കും. കാന ഫീഹ ഖമറൻ സാതിഅ. പ്രകാശം കൊണ്ട് അന്നത്തെ രാത്രി ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതുപോലെയായിരിക്കും. അതുപോലെ ലൈലത്തുൽ ഖദറിന്റെ ആ രാവിന്റെ മറ്റൊരു അടയാളമാണ് അന്നശംസ തത്ലു സബീഹതഹ ലാ ശുആഅ ലഹ. അന്നത്തെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ രശ്മികളില്ലാതെയും 14-ാം രാവിലെ ചന്ദ്രനെ പോലെ ശരിയായ വൃത്താകൃതിയിലുമായിരിക്കും. ചുരുക്കത്തിൽ വളരെ ശാന്തസുന്ദരമായ രാത്രിയായിരിക്കും അന്ന് എന്ന് ഹദീസിന്റെ ആശയത്തിൽ കൂടി നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നു. ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കിയ ഭാഗ്യവാന്മാർ ഒറ്റ രാത്രി കൊണ്ട് 84 വർഷത്തെ ഇബാദത്തിന്റെ കൂലിയാണ് സ്വയത്തമാക്കുന്നത്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായതാണ്. അല്ലാഹു തആല ആ മഹത്തായ രാത്രി കരസ്ഥമാക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ർസുഖ് ലനാ ലൈലത്തുൽ ഖദരി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. آمين برحمتك يا أرحم الراحمين.